മാത്രമല്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ഇവിടെ ശ്രീമതി മേരി ജോർജ് അതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്തു. പദ്ധതി വിഹിതത്തിൽ എത്ര കണ്ട് വെട്ടിക്കുറയ്ക്കലുകളാണ് ഇതിനകം വന്നു കഴിഞ്ഞത് എന്ന്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നിങ്ങൾ ഈ കേന്ദ്ര അവഗണനയെക്കുറിച്ച് എന്താണോ സർക്കാരിന്റെ നിലപാട് അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നവരാണ്. അങ്ങനെയെങ്കിൽ കേന്ദ്ര അവഗണനയാണ് സംസ്ഥാനത്തിന്റെ ധനഞ്ഞെരുക്കത്തിന് കാരണം എന്ന് ധനമന്ത്രി പറഞ്ഞുകൊണ്ട് ആ കേന്ദ്ര അവഗണനയെ സമർത്ഥമായി മറികടന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ അതിനെ യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും? അല്ല, നോക്കൂ ശ്രീ മഞ്ജുഷ്, കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിനെ നമ്മൾ ഡൽഹി ബീഹാർ ബഡ്ജറ്റ് എന്ന് വിളിച്ചെങ്കിൽ ഇവരുടെ എല്ലാ പദ്ധതികളും കെ കൂട്ടിയാണ്. കെ ഫോൺ, കെ റെയിൽ, കെ സ്റ്റോർ എന്നൊക്കെയാണ്. ഇതൊരു കോ ബഡ്ജറ്റാണ്. ഈ കോ ബഡ്ജറ്റിന്റെ സമ്പൂർണ്ണ രൂപം എന്താണെന്ന് വെച്ചാൽ കൊട്ടാരക്കര കൊല്ലം കൊലച്ചതി ബഡ്ജറ്റാണ് ഇത്. ഇതൊരു കോ ബഡ്ജറ്റാണ്. ഒന്ന് കൊട്ടാരക്കരയ്ക്കും കൊല്ലത്തിനും കൊടുത്തതല്ലാതെ വേറെ ആർക്കും ഒന്നും ഈ ബഡ്ജറ്റിൽ കൊടുത്തിട്ടില്ല. രണ്ട്, സാധാരണക്കാരന് വിഷം വാങ്ങി കഴിക്കാൻ പോലും, നഞ്ചു മേടിച്ച് കഴിക്കാൻ പോലും പണമില്ലാത്ത സമയത്ത് അവന് മേൽ ഇടുത്തി പോലെ കൊലച്ചതി നടത്തിയ ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക്, എന്താണ് കേന്ദ്ര അവഗണനയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഉണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റും അതിന് മുമ്പത്തെ കേന്ദ്ര ബഡ്ജറ്റുകളും, ഒരെണ്ണം ബീഹാർ ബഡ്ജറ്റും മറ്റേത് ഡൽഹി ബഡ്ജറ്റുമായിരുന്നു എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. കേരളം മാത്രമല്ല, BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത, വലിയ സ്വീകാര്യത നൽകാത്ത സംസ്ഥാനങ്ങൾക്ക് ഒരു അവഗണന കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അത് ഇവർ പറയുന്നത് പോലെ GST കോമ്പൻസേഷൻ ഇത്ര വർഷത്തേക്കാണെന്ന് GST കൗൺസിൽ GST നിയമം പാസ്സാക്കുമ്പോൾ തന്നെ നിയമത്താൽ വ്യക്തമാക്കപ്പെട്ട വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്ന് ഇതാ ഞങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട് എന്ന് പറയുന്നത് പോലെ സ്വപ്ന ലോകത്തെ ബാലഭാസ്കറിന്റെ ജൽപ്പനങ്ങളല്ല ഞങ്ങൾക്ക് കേന്ദ്ര അവഗണനയെ പറ്റി ഉള്ളത്. ഞങ്ങൾ പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപ്പാകെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ചേർത്ത് വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ അപ്പനും മകനും ഉണ്ട്, രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. അപ്പൻ ജോലിക്ക് പോയി തിരിച്ചു വന്ന് കുടുംബം നോക്കുന്നില്ല എന്ന് പറഞ്ഞ് മകൻ പറയാണ് അപ്പൻ കുടുംബം നോക്കുന്നില്ലല്ലോ, ഞാൻ കുടുംബം നോക്കണ്ട എന്ന് പറഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ? കഴിഞ്ഞ CAG റിപ്പോർട്ട് 78,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട് സംസ്ഥാന സർക്കാർ. അതിൽ 760 പരം കോടി രൂപ ബാർ മുതലാളിമാരിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള TOT ആണ്, ടാക്സ് ഓൺ ടേൺ ഓവർ. ഇതുപോലെ കോറി മുതലാളിമാരിൽ നിന്ന്, വൻകിട ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നവരിൽ നിന്നൊക്കെ പിരിച്ചെടുക്കാൻ കോടികൾ മിച്ചം കിടക്കുമ്പോഴാണ് ഇവർ കേന്ദ്രം ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് പറയുന്നത്. കേന്ദ്രം തരേണ്ടത് എത്രയാണ് ശ്രീ ഹസ്കർ? അല്ല, 4 വർഷം കൊണ്ട് 70%. അതിൽ തെറ്റുണ്ട്. നികുതി വരുമാനത്തിലെ വർധനവ് എന്നുള്ളത് നമ്മൾ കണക്കുകൾ മുന്നിലുണ്ട്. 81,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷമാണല്ലോ 2024-25, അതായത് 2 മാസം കൂടി ബാക്കിയുണ്ട്. 81,000 കോടി രൂപയായിട്ട് നികുതി വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്നാണ്. അതായത് 4 വർഷം കൊണ്ട് എത്രയാണ്? 70% വർധനവാണ്. പഴയ കണക്കെന്ന് പറയുമ്പോൾ 2020-21 47,660 കോടിയിൽ നിന്നാണ് 81,000 കോടിയായിട്ട് നികുതി വരുമാനത്തിലുള്ള വർധനവായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നികുതി പിരിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. CAGയുടെ റിപ്പോർട്ടാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അതിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇവർ CAGക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. ഇവർ പറയുന്ന എല്ലാ കണക്കും അപ്പാടെ വിഴുങ്ങാനാണോ ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും നിലകൊള്ളുന്നത്? അല്ലല്ലോ. നോക്കൂ, ഇവർ പറയുന്നു ലൈഫ് മിഷനിൽ ഞങ്ങൾ ഒരുപാട് വീട് പണിതു എന്ന് പറഞ്ഞ് ഇവർ കണക്ക് പറയുന്നില്ലേ? UDFന്റെ കാലത്ത് ലൈഫ് മിഷൻ എന്നൊരു പേരില്ലായിരുന്നു. പക്ഷെ 2011-2016 സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പണിത വീടുകൾ 4,37,000 ആണ് സംസ്ഥാന സർക്കാരിന്റെ പ്രൊജക്റ്റിൽ. എന്നാൽ ഇവർ വന്നു 2016-2025 9 വർഷത്തിൽ ഇവർ പറഞ്ഞത് എത്രയാണ്? 4,24,000 വീടുകൾ. അപ്പോ 5 വർഷം കൊണ്ട് ഞങ്ങൾ പണിതതിന്റെ അറ്റത്ത് പോലും എത്താൻ 9 വർഷം കൊണ്ട് ഇവർക്ക് പറ്റിയില്ല. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഒരു പേരിട്ടു, ലൈഫ് മിഷൻ. അത് PR എക്സസൈസിന്റെ ഭാഗമാണ്. അങ്ങനെ PR എക്സസൈസിന്റെ ഭാഗമായി ഒരുപാട് കണക്കുകൾ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഇവർ പറഞ്ഞില്ലേ കിഫ്ബിയെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കിഫ്ബി ഒരു വരുമാന മാർഗമാക്കാൻ പോകുന്നു. അതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായത്. ടോൾ എന്ന പേര് മാറ്റി യൂസർ ഫീ, കെ യൂസർ ഫീ എന്ന് കൂടി ആക്കിയാൽ മതി. കെ യൂസർ ഫീ എന്നൊരു ഓവന് പേരിട്ട് ഇവർ ജനത്തിന്റെ പോക്കറ്റ് കൊള്ളയടിക്കാണ് വട്ടിപ്പലിശക്കാരന്റെ ഇതോടുകൂടി. ഞാൻ ചോദിക്കട്ടെ ശ്രീ മഞ്ജുഷ്, കേന്ദ്രം പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് വെഹിക്കിളുകളുടെ വില കുറയ്ക്കാൻ വേണ്ടി അതിന്റെ ബാറ്ററിയുടെ മേലുള്ള ടാക്സ് കുറയ്ക്കുന്നു, ലിഥിയം അടക്കമുള്ള കാര്യങ്ങളിൽ. അതൊരു നല്ല ഇനിഷ്യേറ്റീവാണ്. ഇനി വരുന്ന കാലം ഇലക്ട്രിക് യുഗമാണ് എന്ന് ലോകം തന്നെ അംഗീകരിച്ച് നിൽക്കുകയാണ്. പക്ഷേ അതിന്റെ ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ള വാശിയോടുകൂടി ഇലക്ട്രിക് വാഹനങ്ങളുടെ എന്ത് കൂട്ടുന്നു? ടാക്സ് ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് സംസ്ഥാന സർക്കാർ കൂട്ടുകയാണ്. അതായത് കേന്ദ്രം
കേന്ദ്ര ബഡ്ജറ്റോട് കൂടി കുറയേണ്ടിയിരുന്ന ഒരു വില സംസ്ഥാന ബഡ്ജറ്റോട് കൂടി കുറയുന്നില്ല എന്ന് മാത്രമല്ല നിലവിലുള്ളതിനേക്കാൾ കൂടാൻ പോവുകയാണ്. പിന്നെ എന്ത് വിഷണറിയാണ് ഇവർ പറയുന്നത്? രണ്ട് അങ്ങ് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് കെ ഹോം? 5 കോടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. എന്തിനാ 5 കോടി? 5 കോടി ഈ സംസ്ഥാനത്തുള്ള വീടുകൾ റെന്റിനെടുക്കാൻ വേണ്ടിയല്ല, സാധ്യതാ പഠനത്തിന് വേണ്ടിയാണ്. അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നടന്നേക്കില്ല. അതൊക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. അത് വെറുതെ ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. ശ്രീ പ്രിന്റു മഹാദേവ്, നികുതി വിഹിതവും കടം വാങ്ങുവാനുള്ള അവകാശവും കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് കുടിശ്ശിക ഉണ്ടാകാൻ. അത് പല കാര്യങ്ങളിലെ കുടിശ്ശിക